എറണാകുളം ജില്ലയിലേക്ക് ഒന്ന് പോകണം. അവിടെ പെരുമ്പാവൂർ കൊച്ചി സീറ്റുകളെ ചൊല്ലിയാണ് കോൺഗ്രസിൽ തർക്കം തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനായി KC വേണുഗോപാൽ രംഗത്തുണ്ട്. പെരുമ്പാവൂരിൽ വീണ്ടും മത്സരിക്കാൻ സമ്മർദ്ദം ശക്തമാക്കുന്ന എൽദോസ് കുന്നപ്പള്ളിൽ MLA ഡൽഹിയിലേക്ക് തിരിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ 2-3 പേരുകൾ തട്ടിയാണിപ്പോൾ എറണാകുളത്തെ തർക്കങ്ങൾ തുടരുന്നത്. മുഹമ്മദ് ഷിയാസിന് സീറ്റ് കൊടുത്തേ മതിയാവും. സതീശന്റെ സ്വന്തം സഹചാരിയാണ്. അത് നൽകിയില്ലെങ്കിൽ സതീശന് വലിയ തിരിച്ചടിയാണ് എറണാകുളത്ത് തന്റെ തട്ടകത്തിൽ. ഒപ്പം ദീപ്തി മേരി വർഗീസിനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു വാക്ക് ഇത്തരത്തിൽ സീറ്റ് കൊടുക്കുമെന്നായിരുന്നു എന്നാണ് പുറത്ത് പ്രചരിച്ചിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്കറിയില്ല. മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമാണ്. എൽദോസ് കുന്നപ്പള്ളിയെയും സീറ്റ് നൽകേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. ആ അസംതൃപ്തിയും പരിഹരിക്കണം. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളുണ്ട് എറണാകുളത്ത് കോൺഗ്രസിന്. രഞ്ജിത്ത്, പ്രധാനപ്പെട്ട 3 നേതാക്കൾ, അതായത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവർക്കിടയിലെ ഒരു സമവായമില്ലാത്തത് തന്നെയാണ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം. അത് ഇതുവരേക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്തത്. ഇന്നലെ പുറത്തുവിട്ട ആദ്യ പട്ടികയിലും 3 പെരുമ്പാവൂർ, തൃപ്പൂണിത്തറ, കൊച്ചി, വൈപ്പിൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ളൊരു പട്ടികയായിരുന്നു ഇന്നലെ വന്നത്. ഇന്നലെ നമുക്കറിയാം, പെരുമ്പാവൂർ സീറ്റിനെ ചൊല്ലി എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു പത്രസമ്മേളനം, അദ്ദേഹം എത്രമാത്രം സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ് എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തിന് പെരുമ്പാവൂർ സീറ്റ് നൽകണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പുകാരനായിട്ടുള്ള ഉല്ലാസ് തോമസിനെ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ സിറോ മലബാർ സഭയുടെ അടക്കം സമ്മർദ്ദം ഉൾപ്പെടുന്നതുകൊണ്ട് മനോജ് മൂത്തേടത്തിനാണ് അവിടെ കുറച്ചുകൂടി സാധ്യതയുള്ളത്. പക്ഷെ അത് ചെന്നിത്തലയ്ക്ക് അംഗീകരിക്കാൻ കഴിയത്തുമില്ല. മനോജ് മൂത്തേടം A ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് മനോജ് മൂത്തേടത്തിന്റെ പേരിന് രമേശ് ചെന്നിത്തലയ്ക്ക് അംഗീകാരം നൽകുവാനും കഴിയില്ല. അതാണിപ്പോൾ പെരുമ്പാവൂരിലുള്ള പ്രധാനപ്പെട്ട സ്ഥിതി. പെരുമ്പാവൂർ സീറ്റ് എൽദോസ് കുന്നപ്പള്ളിക്ക് തന്നെ തിരിച്ചു നൽകണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മറ്റൊന്ന് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ KC വേണുഗോപാൽ പറയുന്നത് പ്രകാരം M ലിജുവിന് അവിടെ സീറ്റ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ VD സതീശനും K ബാബു ഉൾപ്പെടെയുള്ളവർ അവിടെ ദീപക് ജോയ് വേണം, A ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് അവിടെ ദീപക് ജോയ് വേണമെന്നാണ്. ഡെപ്യൂട്ടി മേയറാണ്. ദീപക് ജോയിയുടെ പേരാണ് VD സതീശനും K ബാബുവും അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അത് KC വേണുഗോപാലിന് അംഗീകരിക്കാനും കഴിയുന്നില്ല. മറ്റൊന്ന്, രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊച്ചിയിലേക്കുള്ള കാര്യമാണ്. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, VD സതീശന്റെ സന്തത സഹചാരിയാണ്, അടുത്ത അനുയായിയാണ്, വിശ്വസ്തനാണ്. അവിടെ VD സതീശന് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഷിയാസിന് സീറ്റ് നൽകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉൾപാർട്ടിയിൽ തന്നെ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ VD സതീശന്റെ ഇമേജ് ഇടിയും, അല്ലെങ്കിൽ VD സതീശന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും എന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് തന്നെ കൊച്ചി സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ VD സതീശൻ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ ആയിക്കോട്ടെ ചെക്ക് വയ്ക്കുന്നത് KC വേണുഗോപാലാണ്. ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് KC വേണുഗോപാൽ ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം മേയർ സ്ഥാനത്തിന് പോലും അർഹതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദീപ്തി മേരി വർഗീസ്. അത് അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് മാറി ദീപ്തി മേരി വർഗീസിനെ മാറ്റിയാണ് മിനിമോളെ അവിടെ മേയറായി പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ദീപ്തി മേരി വർഗീസിന് വാഗ്ദാനം ചെയ്തിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്നാണ്. അതാണ് KC വേണുഗോപാൽ ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന് വേണ്ടിയിട്ടായി കൊച്ചിയിലേക്ക് ആവശ്യപ്പെടുന്നത്. പക്ഷേ VD സതീശൻ അത് അംഗീകരിക്കുവാനും തയ്യാറല്ല. മറ്റൊന്ന്, ഈ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചാൽ മാത്രമേ വൈപ്പിനിലേക്ക് വരുമ്പോൾ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് സംഘടനയ്ക്ക് എത്താൻ കഴിയുകയുള്ളൂ. വൈപ്പിനിൽ ഷാരോൺ പനക്കലിന്റെ പേരാണ് ഉയർന്നേക്കുന്നത്. ഷാരോൺ പനക്കലും VD സതീശന്റെ അനുയായി തന്നെയാണ്, പറവൂർ സ്വദേശിയാണ്. അങ്ങനെ ഷാരോണിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ മേയറായിട്ടുള്ള ടോണി ചമ്മണിയുടെ പേരും അവിടെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമാണ്. അതിനിടെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള അത്ര പന്തിയല്ല. തിരുവനന്തപുരത്തെ പോലെ എറണാകുളത്തും തർക്കങ്ങളുണ്ട്. അത് പരിഹരിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് VD സതീശനാണ്. കാരണം സതീശന്റെ തട്ടകമാണ് എറണാകുളം. അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വലിയൊരു വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായി സതീശന്റെ മുന്നിലുള്ളത് താനും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.